ഒരു ബ്ലൗസിലെ ആരി വർക്ക് ഡിസൈൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടു നോക്കിയാലോ. എല്ലാ ബ്ലൗസിലും ചെയ്യുന്ന പോലെ തന്നെ നെക്ക് ലൈനിൽ 2-3 ലൈൻ സരി ത്രെഡ് ഉപയോഗിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അതിനുശേഷം ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രിസോ ബ്രാൻഡാണ്. നെക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഇടയിൽ വെച്ച് കട്ടായി പോയിട്ടോ, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കിട്ടിയില്ല. എന്തായാലും നെക്കിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് സ്ലീവിലും വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവിൽ നിന്ന് നോക്കി നോക്കാം. 3mm റൗണ്ട് ബീഡും 2mm റൗണ്ട് ബീഡും മാറിയിട്ടാണ് നീഡിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. ഡൾ ഗോൾഡ് കളർ ബീഡ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം ഷുഗർ ബീഡ് കൊണ്ട് വീണ്ടും ഒരു ലൈൻ കൊടുക്കണം. അടുത്ത ഡിസൈൻ വീറ്റ് ബീഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. വി ഷേപ്പ് വരുന്ന രീതിയിൽ വീറ്റ് ബീഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീറ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് എന്നാണ് ഇതിന് പേര് പറയുക. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീഡ്സ് അവിടെ ലൂസായിട്ടിരിക്കും. ഒരു ലൈൻ മൊത്തമായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. മുകൾ ഭാഗം കുറച്ച് ഷാർപ്പായിട്ടുള്ള പോലെയും താഴെ ഭാഗം കുറച്ച് ഉരുണ്ടിരിക്കുന്നത് പോലെയായിട്ടുള്ള ഷേപ്പാണ് കേട്ടോ വീറ്റ് ബീഡിനുള്ളത്. ആരി നീഡിലെ ബീഡ്സ് ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഉരുണ്ട ഭാഗം വീറ്റ് ബീഡിൻ്റെ ഉരുണ്ട ഭാഗം താഴത്തേക്കും അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം മുകളിലേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ലോഡ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് മുകളിലേക്കായിട്ട് നിൽക്കുന്ന ഓരോ വി ഷേപ്പിൻ്റെ ഉള്ളിലും നമുക്ക് ഗ്ലൂ വെച്ച് കൊടുക്കാം. P7000 എന്നുള്ള ഗ്ലൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം, പക്ഷെ അത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം ഞാൻ സ്റ്റോണാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള ബൂട്ടാസാണ്. ബൂട്ടാസിൻ്റെ ചുറ്റും ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ലൈൻ കൊടുത്തിട്ട് താഴത്തേക്ക് 3mm ബീഡും ഒരു ഷുഗർ ബീഡും അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ബൂട്ടാസാണ് ചെയ്തെടുത്തിരിക്കുന്നത്. 4mm സൈസിലുള്ള ഗോൾഡ് കളർ സ്റ്റോണാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ക്വാളിറ്റീസിലുള്ള ഷുഗർ ബീഡ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. A സ്റ്റാർ എന്ന പേരിലുള്ള ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അൺഈവൻ ആയിരിക്കും, മാത്രമല്ല സൈസ് കുറച്ച് വലുതുമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രിസോ ആണ്. പ്രിസോ എന്ന് പറയുമ്പോൾ A സ്റ്റാറിനെ അപേക്ഷിച്ച് കൂടുതലും ഷേപ്പ് ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, മാത്രമല്ല ചെറുതുമായിരിക്കും. റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. A സ്റ്റാറിനേക്കാളും ഒരുപാട് റേറ്റ് കൂടുതലാണ് പ്രിസോ ബീഡ്സിനുള്ളത്. റൗണ്ട് ബീഡ്സും മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി മേടിക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീഡ്സ് എടുത്ത് വിരലിലൊന്ന് ഉരസി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റ് ആ ഗ്ലിറ്ററിങ് എഫക്റ്റ് വിരലിൽ പറ്റി പിടിക്കുന്നുണ്ടോ ഇല്ലേ നോക്കുക. പറ്റി പിടിക്കാത്ത ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ആയിരിക്കും. വീഡിയോസ് എടുത്തപ്പോൾ കുറേയൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ബീഡ്സും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലുള്ള വർക്ക് എങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് ഗോൾഡ് കളർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഷുഗർ ബീഡ്സിനേക്കാൾ എനിക്കത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. റൗണ്ട് ഷേപ്പിലുള്ള ക്രിസ്റ്റൽ ബീഡും കട്ട് ബീഡ്സും എൻഡിൽ ഒരു ഷുഗർ ബീഡും വെച്ചിട്ടാണ് കേട്ടോ ഈ ഹാങ്ങിങ്സ് മുഴുവനായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വർക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. താങ്ക്